എന്തിനായിരുന്നു ചിരിക്കണ? പണ്ട് നമ്മൾ കൊറേ കഴപ്പൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ആള് സ്റ്റാൻഡേർഡ് അല്ലേ എളിയ എല്ലാരും. തന്നെയാളിയാ, നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി പോയി. ഈ കയ്യിലെങ്ങനെയാണ് ഈ തൊട്ടിൽ വന്നാ? അത് ഞാൻ സൂപ്പർമാന്റെ മൂവിയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് വീട്ടിന്റെ മണ്ടേ നിന്ന് പറക്കാൻ നോക്കിയത്. പറക്കാൻ പറ്റിയില്ല, ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കാൻ പറ്റി. നീ കൂടുതൽ ചിരിക്കുന്നത് വേണ്ടളിയാ. നീ മുമ്പ് നിന്റെ ഉപ്പാരെ ഫോൺ എടുത്ത് സൊസൈറ്റി തീ പിടിച്ചെന്ന് പറഞ്ഞ ഫയർഫോഴ്സിനെ വിളിച്ച കഥയൊന്നും നമ്മളിവിടെ പറയില്ല. ഞാൻ പണ്ട് ഒരു വണ്ടി പ്രാന്തല്ലേ അളിയാ. ഫയർഫോഴ്സിന്റെ വണ്ടിയെ കാണാൻ എന്ത് രസമളിയാ. അതുകൊണ്ടാണല്ലേ വിളിച്ചു. ആ ചോപ്പില് വെള്ളമൊക്കെ തെറിപ്പിച്ച് വിഷയം വണ്ടി. അല്ലെ നിന്റെ 3ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐശ്വ എന്ന് പറയുന്ന വളപ്പുണ്ടായിരുന്നല്ലേ എളിയ, അവളിപ്പോ എന്തിനു? അവക്ക് 3ാം ക്ലാസ്സിൽ വെച്ച് തന്നെ 4 വളപ്പുണ്ടായിരുന്നളിയാ. അത് ഞാൻ മനസ്സിലാക്കിയത് 4-ലെത്തിയപ്പോഴാണ്. ഇപ്പൊ അവൾ എവിടെ എളിയ? നീ ഇപ്പൊ അവളെ കാണുന്നില്ലേ? ഓളിയാ എന്നോട് കണ്ടാ. പക്ഷെ അവക്ക് ഇപ്പോഴും 4നോടാണ് കേട്ടാ പ്രണയം. 3 പിള്ളേരും ഒരെണ്ണം ലോഡിങ്ങും. അല്ലെ നിന്റെ ബാബു ഗൾഫിൽ നിന്ന് TV ഉണ്ടോന്ന് ഓർമ്മ ഉണ്ടോ കൊച്ചില് നിനക്ക്? എനിക്ക് ഓർമ്മയില്ല. നിന്റെ ബാപ്പ TV ഉണ്ടോന്ന് കൊച്ചി TV ഇട്ടപ്പോ നീ വലിയ TV ആണെന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിച്ചില്ലേ? പിന്നെ എങ്ങനെ ഓർമ്മ കാണും? എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. മുമ്പ് നീ നിന്റെ വാപ്പായി ഗൾഫിൽ പോകണമെന്നും പറഞ്ഞേ 2 വണ്ടി പോലീസ് എയർപോർട്ടിൽ സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് വിളിച്ച ഓർമ്മ ഉണ്ടാ പോലീസ് സ്റ്റേഷനിൽ നീ? അത് കൊച്ചിലെ അറിവില്ലാത്ത പ്രായത്തിലല്ലേടിയാ. പക്ഷെ 2 വണ്ടിയാണെന്ന് ഞാൻ ആവശ്യപ്പെട്ട 4 വണ്ടി വന്നു. നിന്റെ വാപ്പായും കൊണ്ടുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ വാപ്പായെ ജയിലിലാക്കി. ക്വൈറ്റ് നാച്ചുറൽ. ആരാ ഈ സമയത്ത് വിളിക്കണ? ഹലോ ഹലോ, ഒക്കെ എവിടെ? ഞാൻ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റോട്ടില് നിഷാദ്, കാലം നമ്മളെ തിരിച്ചടിച്ചു.